നാടുവാഴിയുള്ളോടത്താടാ തന്റെ കളി. How are you feeling, Mr. വാര്യം കുന്നൻ? നിസ്കാര സമയത്തിന്റെ ചതിയിൽ പിടിച്ചോണ്ടോന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിലെ? ധൈര്യമുണ്ടോ നേർക്ക് നേരെ എന്റെ സൈന്യവുമായി ഏറ്റുമുട്ടാൻ? നിങ്ങൾ ഭരണാധികാരിയുമായി ഏറ്റുമുട്ടിയില്ലേ? സായിപ്പേ, ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതാത്തവരും പോകും. മാപ്പ് നൽകി മക്കയിലേക്ക് അയക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് രാമനാഥ് അയ്യർ എന്നോട് പറഞ്ഞു. മക്കയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചത് മക്കയിലല്ല, ഞാൻ ജനിച്ചത് ഈ ഏർനാട്ടിലാണ്. ഇതാണ് എന്റെ നാട്, ഇതാണ് എന്റെ വീട്. ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ മണ്ണിൽ മരിച്ച് ഈ മണ്ണിൽ അലിഞ്ഞു ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Stop it, Mr. വാര്യം കുന്നൻ. എന്റെ സിരകളിൽ ചോരയോട്ടമുള്ളിടത്തോളം കാലം ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ തെറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചിന്തയ്ക്ക് വേരോട്ടമുള്ളൊരൻ മണ്ണേ, ഭീരുത്വമെന്തെന്നറിയാത്തൊരാളിന്റെ പേരോർത്തു വയ്ക്കുകൻ മണ്ണേ. വാരിയൻ കുന്നത്ത് തന്നെ, അത് വാരിയൻ കുന്നത്ത് തന്നെ, വാരിയൻ കുന്നത്ത് തന്നെ, അത് വാരിയൻ കുന്നത്ത് തന്നെ. അന്യന്റെ അവകാശം അവരന്റെ ആദർശം അവയൊക്കെ മാനിച്ച ഹാജി, വന്ധ്യയാമമ്മതൻ ചെന്നിടാമൂറ്റുവാൻ വന്നവരോടില്ല രാജി. ഹിന്ദുവെ ക്രിസ്ത്യനെ മുസ്ലിമുമായി ചേർത്ത് ഇന്ത്യയെ കാക്കാനിറക്കി, സ്വന്തം വിശ്വാസത്തെ രാജ്യസ്നേഹത്തിന്റെ ജന്തിയിൽ കാച്ചിയുരുക്കി. കുഞ്ഞഹമ്മദ് ഹാജി മലബാർ ഖിലാഫത്തിൻ കൂറ്റൻ കോട്ട മതിലാക്കി, കൂറ്റൻ കോട്ട മതിലാക്കി. ഈരാറ്റുപേട്ടയിലെത്തിയ പാവപ്പെട്ടൊരു മദ്രസ ഉസ്താദിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോടും ഒന്നും പറയാതെ എവിടേക്കോ കൊണ്ടുപോയി. എന്തിന്? എന്തായിരിക്കും ആ ഉസ്താദ് ചെയ്ത കുറ്റം? എവിടെയെന്നോ ആരെന്നോ ആർക്കും അറിയില്ല. അതൊന്ന് കണ്ടെത്തണം. പക്ഷേ അത്ര വലിയ ചരിത്രത്തിലേക്കുള്ള യാത്രയാകുമെന്ന് തീരെ കരുതിയില്ല. എന്നാലും ആ ഉസ്താദ് ചെയ്ത കുറ്റം എന്തായിരിക്കും? എല്ലാവരും ആദരിക്കുന്ന ദീനി പണ്ഡിതനായിരുന്നെന്നാണല്ലോ കേൾവി. പാവം വയോധികൻ മലബാറിൽ നിന്ന് വന്നതായിരുന്നു അത്രേ. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നമുക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വസ്ഥമായൊരു ജീവിതം നമ്മുടെ നാട്ടിൽ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് എല്ലാവരും ഈ പോരാട്ടത്തിൽ അണിചേരണമെന്ന് ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ എല്ലാവരും ശക്തമായി പോരാടുക തന്നെ വേണം, പോരാടുക തന്നെ വേണം. ബ്രിട്ടീഷുകാർ സ്ത്രീകളെയും കുട്ടികളും വൃദ്ധന്മാരെയും ആക്രമിക്കുന്നുണ്ട്. നമുക്ക് മോചനം വേണം, സ്വാതന്ത്ര്യം വേണം. നമുക്ക് അതിനെതിരെ പോരാടാം. ആ കൊട ഇങ്ങോട്ട് പിടിക്കുക. എന്താ കൊശമം കാണിക്കുന്നത്? അവിടെ കുത്തിരിക്കുകയാണല്ലോ പണിയെടുക്കാണ്ട്. എന്താണോ ഇത്? അവിടെ ചെന്ന് പറയാം, ഇവിടുന്ന് പറയാൻ ഞാനുണ്ട്. നടക്ക. കുടിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലേ? ആ ബുദ്ധിമുട്ട് വേണല്ലോ. സഹായിച്ച വലിയ വേറെ കഴിഞ്ഞ ആഴ്ച സഹായിച്ചില്ലേ? ഒരു പറ നെല്ലങ്ങ് കൊണ്ടുപോയില്ലേ? അതാ നോക്ക്, ആ കവുങ്ങ് കണ്ട കിടക്കുന്ന കിടപ്പ്, അവിടേക്ക് ഒരു നോക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേശവനോട്, നന്നാക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു കാര്യം ചെയ്, വൈകുന്നേരം ഇല്ലത്തേക്ക് വാ, ഓളയും കൂട്ടിക്കോ. അതെ വേണ്ട, ഓള് വന്നാ മതി, നീ വേണ്ട.
രാമ കൊച്ചിന് വല്ലാത്ത ദീന. എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നല്ല, ഭയങ്കര ഛർദിയുണ്ട്. വൈദ്യരെ കാണിച്ചില്ലേ? കാണിക്കണം. എത്ര പണിയെടുത്തിട്ടുണ്ടാ? വള്ളം നിറച്ച് തിന്നാൻ എന്തെങ്കിലും തരണ്ടായിട്ടുണ്ട്. നിങ്ങളിത് കേക്കിങ് കൂട്ടനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കുറെ ജന്മിമാരുണ്ട് നമ്മുടെ മേക്കിട്ട് വരാൻ വരുന്നത്. അവർക്കെതിരെ നമുക്ക് പോരാണോ? ഏറെ നാട്ടിൽ വാര്യങ്ങളിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. പൊന്നാര ചങ്ങായിമാരെ കിട്ടണോ തിന്നവരോടെ ജീവിച്ചാ പോരെ നമുക്ക്. വെറുതെ പോയി തടി കേടാക്കണോ? എന്റെ അഭിമാനവും എന്റെ ശരീരവും നാടിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പോവുകയാണ് വാര്യംകുന്നന്റെ അടുത്തേക്ക്. നിങ്ങൾ വരീനടാ. എന്തൊക്കെയാണ് അങ്ങനെ പോണ്. എന്താ പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞിട്ടില്ലാന്ന് ഇതൊക്കെ ഇനി പൊറുക്കി കൂട്ടാണ്ട് കൊറേ. അല്ല എന്തായി ഇപ്പൊ എന്റെ കുട്ടിന്റെ അസുഖം കോരാ? വേദം പറയാനായിട്ടില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഏതായാലും നാളെ ഞാൻ ഉണ്ടാവില്ല. ഈ നാളെ ഉണ്ടാവില്ലേ? നാളെ കുട്ടീനെ വൈദ്യരൊന്ന് കാണിക്കണം. അനക്ക് ഒഴിവ് കിട്ടോ തമ്പ്രാന്റെ അടുത്തുനിന്ന് കോരാ? ഏതായാലും നാളെ പോയി നോക്കണം തമ്പ്രാന്റെ അടുത്ത്. പണമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ വൈദ്യരെ കാണിക്കാൻ പോവാലോ. ഒഴിവ് കിട്ടിയ തന്നെ തമ്പ്രാൻ എനിക്ക് ഒഴിവ് തരൂ. ഒഴിവ് കഴിവ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കുട്ടീന്റെ കാര്യമായി പോയില്ലേ. നമ്മൾ ഈ പട്ടിണി കടന്ന് മരിച്ച് പണിയെടുക്കാന്നല്ലാതെ ഒരു കാര്യമില്ല കോരാ. എന്താ ചെയ്യ, നമ്മളെ വിധി. എന്താ പോരാ? പണിക്കൊന്നും പോയില്ലെന്ന്? കുട്ടിന് തീരെ വയ്യ. കൊച്ചിന് വയ്യെങ്കിൽ ഇന്നത്തേക്കാ വരിക. വൈദ്യരെ കാണിക്കണോ? വൈദ്യരെ കാണിക്കാൻ ചില്ലറായിട്ട് എന്തെങ്കിലും കിട്ടിയ കൂലി കിട്ടുന്നത് അപ്പപ്പ തിന്ന് തീർത്തിട്ടല്ലേ? പോരാത്തതിന് അകത്തുനിന്ന് നെല്ലും തേങ്ങയൊക്കെ അതും എടുക്കുന്നുണ്ട്. അങ്ങനെ പറയല്ല ബ്രാ, കൊച്ചിനെ കാണിക്കാൻ വയ്യ. എന്റെ കൊച്ചു മരിച്ചു പോകാൻ ബ്രാ. ഇതപ്പം എടോ, കൊച്ചുങ്ങൾക്ക് ദീനം വരലും ചാവലും ഒക്കെ സാധാരണയാ. 2-3 വേറെ ഇല്ലേ? പോരാത്തിന് ചീരു ഇപ്പോഴും പ്രായം. അങ്ങനെ പറയല്ല ബ്രാ, എന്തെങ്കിലും തന്നാ കൊച്ചിനെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുവരുന്നു. ചെല്ല കൂടുതൽ വർത്താനത്ത് നിൽക്കണ്ട, പോയി പറമ്പിൽ പണി എടുത്തിട്ട് വാ. ചെല്ല് കൊച്ചിന് ദീനം. എടാ അത് അങ്ങോട്ട് മാറ്റി വെക്കടാ. പറഞ്ഞ ഒരുത്തരും അനുസരണല്ല. കുഞ്ഞിപ്പാ, എന്റെ മോൻ കുഞ്ഞിക്കോയൻ നിങ്ങളെ കൂടെ ഒന്ന് കൂട്ടിക്കോളി. അവൻ വെള്ളക്കാരൻ നേർക്ക് പടപൊരുന്ന പേരത്ത് ഇഷ്ടാണ്. എളാപ്പ ഇങ്ങോട്ട് നോക്കി, ഇവന് 22 വയസ്സും കൂടി ആയിട്ടില്ല. ഓൻ ചെറിയ കുട്ടിയല്ലേ, കുറച്ചുകൂടി കഴിയട്ടെ. നിങ്ങൾക്ക് വയസ്സല്ലല്ലോ വേണ്ടിയത്, നല്ല ശാസ്തിയുള്ള ചോർത്തുള്ള പിള്ളേരെ വേണ്ടിയത്. അവൻ നിങ്ങളെ പോലെ തന്നെ ബാളൊക്കെ എടുത്ത് വെട്ടിക്കളിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം അവന്റെ ഉമ്മാനോടും പറയുന്നതായിട്ട് നിങ്ങളെ കൂടെ കൂടെ ഒന്ന് കൂട്ടിക്കോളി. എനിക്കും പോരാണ്ട് കുഞ്ഞിപ്പാ, വെള്ളക്കാരോട് എനിക്കും പോരാടണം. നാട്ടിലാകെ പട്ടിണി പരന്ന് നടക്കുകയാണ്. നമ്മളുടെ സമരം ശക്തിപ്പെടുത്തേണ്ട സമയമായി. ജന്മിമാർക്കെതിരായിട്ട് നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമരം മുന്നോട്ട് പോകേണ്ടതാണ്. കൂട്ടായ്മയോടെ കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്. പട്ടിണി മാറ്റാൻ അന്നം നൽകൂ, പട്ടിണി മാറ്റാൻ അന്നം നൽകൂ, പട്ടിണി മാറ്റാൻ അന്നം നൽകൂ, പട്ടിണി മാറ്റാൻ അന്നം നൽകൂ. അല്ല എന്തുണ്ട് വർത്താനോ? നിങ്ങൾ എവിടുന്ന വരുന്നേ? വൈദ്യരെ കാണാനൊന്ന് പോയിനി. അല്ല എന്താ സ്ഥിതി? തോണിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തന്നല്ലാതെ എന്തായാലും കിട്ടലുണ്ടാ? അതൊന്നും പറയണ്ടക്ക. അക്കരയ്ക്ക് പോകാൻ ഇവിടെ കുറെ ജമിമാരും പോലീസുകാരേ ഉള്ളൂ. കാലണ പോലും തരൂല. എപ്പെങ്കിലും കുറച്ച് പയറോ വെണ്ടയോ കയ്പയോ കിട്ടിയാലായി. അല്ല ഏറനാടേ വാര്യം കൊണ്ടൊന്നും ആടുന്നുണ്ടല്ലോ, നല്ല വരണമെന്നാ കേട്ട്. ഞാൻ അങ്ങോട്ട് പോയാലോ തലയ്ക്കുക. അതെ ഞാനും ഉണ്ട്.
സൂക്ഷിച്ചു സൂക്ഷിച്ചു. നിങ്ങൾ വിടി, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ആചാരം കാണാൻ വന്നവരാ. ഞങ്ങൾ അഭയം തേടി വന്നവരാ. നിങ്ങൾ വിടി, വിടാ, വിട്, വിട്. ഞങ്ങൾ ആചാരം വിടാനാ പറഞ്ഞു. ഞങ്ങൾ ചാരന്മാരല്ല, നിങ്ങൾ ഒറ്റക്കാരൻ. വിട്, ഞങ്ങൾ അഭയം തേടി വന്നവരാണ്. ഞങ്ങൾ വിട്, ഒറ്റുകാരല്ല, അഭയം തേടി വന്നവരാണ് ഞങ്ങൾ. ഇവരൊക്കെ ആരാണ്? ഞങ്ങൾ ചാരന്മാരല്ല. ആ മനസ്സിലായി. അവർ വിട്, കെട്ടയക്ക്, സമാധാനപ്പെട്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിശ്വസിക്കരുത് ആചാര്യ, ഇവരൊക്കെ ഒറ്റുകാരാണ്. അവര് വിട്, മാറിക്ക്. ആചാരെ, തൂര് വലിയ ലഹളയാണ് നടക്കുന്നത്. ബ്രിട്ടീഷുകാർ സകല ഹിന്ദുക്കളെയും തെരഞ്ഞു പിടിച്ച് കൊല്ലാണ്. പട്ടിണിയാണ്. ചെറുമക്കളെ പോലും പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല ബ്രിട്ടീഷുകാർ. അങ്ങ് കനിയണം, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. അവരെ വിട്, അവര് ചാരന്മാരല്ല. അവർക്ക് നമ്മൾ അഭയം കൊടുക്കണം. അവർ പാവങ്ങളാണ്. അവർക്ക് വേണ്ടത് എന്താണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് കോട്ടയിലാറ്റൂട്ടെന്ന് വരികയാണ്. പണ്ട് മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പോയ ഒരാളുടെ പിൻതലമുറയാണ്. ഏത് കുടുംബം? വാര്യംകുന്നത്ത് ചക്കിപ്പറമ്പ് അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷെ ആ കുടുംബക്കാരെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്ന് അന്വേഷിച്ച്. വാര്യംകുന്നത്ത് കുടുംബത്തിൽപ്പെട്ടാണ്. നിങ്ങൾ വാര്യംകുന്ന് കുടുംബോ? നിങ്ങളുടെ വീട് ഇവിടെ അടുത്താ? എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ആണോ? നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമായി കേട്ടോ. ഞാനൊരുപാട് അന്വേഷിച്ചു നടക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പം വളരെയധികം കഷ്ടപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? മാത്രമല്ല നമ്മളിപ്പം മറ്റുള്ളവരുടെ ചൊൽപ്പടി കേട്ട് നിൽക്കേണ്ട ഗതികേടിലുമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ യുദ്ധം ചെയ്ത് നടക്കുക എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞു നടക്കുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ആക്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അവരെന്റെ വാളിനിരയാവും. പിന്നെ നാളെ മുതൽ ഒരു കാരണവശാലും കോരന് കുമ്പിൾ കഞ്ഞി എന്ന ദ്രോഹ നടപടി അനുവദിച്ചുകൂടാ. മാത്രമല്ല നികുതി അടക്കുന്നില്ല, പട്ടിണി കിടക്കുന്നില്ല. അഥവാ ആരെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിൽ ഉള്ളവൻ ഇല്ലാത്തവന് കൊണ്ടു കൊടുക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റുകാരുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. മാത്രമല്ല സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും വേണം. ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. ഹിന്ദു ഒന്നാണ്, മുസ്ലിം ഒന്നാണ്, ക്രിസ്ത്യാനി ഒന്നാണ്. എല്ലാവരും സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഇതാ തയ്യാറായി കഴിഞ്ഞു. ക്രിസ്ത്യനെ മുസ്ലിമുമായി ചേർത്ത് ഇന്ത്യയെ കാക്കാനിറക്കി. സ്വന്തം വിശ്വാസത്തെ രാജ്യസ്നേഹത്തിന്റെ
മലബാർ ഖിലാഫത്തിൻ കൂറ്റൻ കോട്ട മതിലാക്കി, കൂറ്റൻ കോട്ട മതിലാക്കി. ഒന്ന് നിന്നേ. എന്താ പെണ്ണേ? ഒന്നുമില്ല, വെറുതെ കാണാൻ വന്നതാ. എന്റെ മാളു നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട, നീ നല്ലൊരു നിക്കാഹൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിക്കോന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നോട്. ഞാൻ എന്തായാലും വേറെ നിക്കാഹൊന്നും കഴിക്കാൻ പോകുന്നില്ല. കെട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കും. എന്റെ മാളു, ഏത് സമയത്ത് ഏതെങ്കിലും ഒരു വെടിയുണ്ട് എന്റെ നെഞ്ചിലോ മാറിലോ വന്ന് പതിക്കും. പിന്നെ നീ എന്തിനാ എന്റെ കൂടെ വന്നിട്ട്? നിങ്ങള് ജീവിതം തൊലയ്ക്കാണോ അതോ ഈ രാജ്യം കീഴടക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ജയിക്കാൻ പോവാണോ? എനിക്ക് വേണ്ടത് ഈ വീര്യമാണ്. 100 വർഷം ഒരു പൂച്ചക്കുട്ടിനോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസമാണേ ഒരു ദിവസം ഒരു പുലിക്കുട്ടിയോടൊത്ത് ജീവിക്കുന്നതാ. നല്ലൊരു കുടുംബജീവിതം ആലോചിച്ചിട്ട് മാത്രമല്ല ഞാൻ ഞങ്ങളെ കൂടെ വരാൻ ഉദ്ദേശിച്ചത്. നിനക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഒരു നല്ല ആൺതുണ വേണം. അത് ബ്രിട്ടീഷുകാർ പേടിക്കുന്ന വാര്യംകുന്നം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ കുടുംബക്കാരെ അന്വേഷിച്ച് നാടിന്റെ പല പ്രദേശങ്ങളിലും സഞ്ചരിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ പ്രദേശങ്ങളിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളത്. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഒരുപാട് സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള പണി നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. പട്ടാളക്കാരിൽ നിന്ന് പെൺമക്കളെ രക്ഷിക്കാൻ പല സ്ത്രീകളും പ്രയാസപ്പെട്ടു. പെൺമക്കളെയും കുഞ്ഞുങ്ങളെയും കുഴിയിലും ഗുഹകളിലും ഒളിപ്പിച്ചിട്ട് കാട്ടുചെടികളും മോലമടലുകളും കൊണ്ട് മൂടി ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിസ്സഹായകരായി പട്ടിണി ഏറ്റുവാങ്ങി പരാതിയും പരിവട്ടവുമില്ലാതെ ചത്തൊടുങ്ങാൻ അവർ തയ്യാറായില്ല. കനൽപദങ്ങൾ താണ്ടി ഏറനാടൻ പെണ്ണുങ്ങൾ വീറോടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ആശ്ചര്യകരമായ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മുറുകയാണ്. വാര്യംകുന്നൻ നമ്മളോടൊപ്പം ഉണ്ട്. പോർവിളിക്കൊപ്പം പ്രാർത്ഥനയും വേണം. ചന്തമുക്കിലൊക്കെ നമ്മുടെ കുറെ ആളുകൾ ഷഹീദായി. നമ്മുടെ പുരുഷന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി സലാം ചൊല്ലിവിടണം. നമ്മുടെ സുൽത്താനോടൊപ്പം യുദ്ധത്തിന് ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. നമ്മൾ അവരുടെ കുടുംബത്തിനും കൂടി ചേർത്ത് ഭക്ഷണം കരുതണം. ഒരു ഹൈന്ദവ കുടുംബവും പട്ടിണിയാവരുത്. ഷഹീദാവുന്ന പോരാളികളെ കല്ലുവെട്ടിക്കുഴിയിൽ പനമ്പും പായയും വരച്ച് അടക്കം ചെയ്യണം. അവരുടെ ശരീരം ജീർണിക്കരുത്, അത് ഒരു ബ്രിട്ടീഷുകാരൻ്റെതായാലും. ഇതെല്ലാം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൽപ്പനയാണ്. പോരാട്ട വീര്യത്തിൻ ചോരച്ച ചിന്തയ്ക്ക് വേരോട്ടമുള്ളൊരൻ മണ്ണേ, ഭീരുത്വമെന്തെന്നറിയാത്തൊരാളിന്റെ പേരോർത്തു വയ്ക്കുകൻ മണ്ണേ. വാര്യൻ കുന്നത്ത് തന്നെ, അത് വാര്യൻ കുന്നത്ത് തന്നെ, വാര്യൻ കുന്നത്ത് തന്നെ, അത് വാര്യൻ കുന്നത്ത് തന്നെ. ബ്രിട്ടീഷിന്റെ എല്ലാ റെജിമെന്റിന്റെയും പോലീസുകാരെയും ഇറക്കിയിട്ടും കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിപ്ലവസേനയെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അതോടെ ജോർജ് രാജാവ് നേരിട്ടിടപെട്ടു. എങ്ങനെയും കുഞ്ഞഹമ്മദ് ഹാജിയെ കീഴടക്കണം. മലബാർ ജനത സാമ്രാജ്യത്വ ജന്മിത്ത അധിനിവേശത്തിനെതിരെ പോരാടിയത് സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിപ്ലവം വിജയിച്ചത്? മലബാറിലെ ഹൈന്ദവ, മുസ്ലിം, ദലിത്, ബഹുമുഖ പ്രതിഭകളായ പല പ്രമുഖരും കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പമുണ്ടായിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജിയുടെ വലങ്കൈ ആയിട്ടാണ് പന്തല്ലൂർ താമി അറിയപ്പെട്ടിരുന്നത്. ഒളപ്പമണ്ണമന, മാറാട്ടുമന തുടങ്ങിയ മനകളിൽ നിന്ന് പലപ്പോഴും ഭക്ഷണം നൽകി പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പം വിപ്ലവപക്ഷത്തുണ്ടായിരുന്ന ഹൈന്ദവ പ്രമുഖരായിരുന്ന MP നാരായണ മേനോൻ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി, പാണ്ടിയാട്ട് നാരായണൻ നമ്പീശൻ, പയ്യനാട് ചേന്തുപണിക്കർ, കാപ്പാട് കൃഷ്ണൻകുട്ടി നായർ, പാണ്ടിയാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, അങ്ങാടിപ്പുറം അച്യുതൻകുട്ടി മേനോൻ, പൂക്കോട്ടൂർ മണികണ്ഠൻ,
പറമ്പോട്ട് അച്യുതൻകുട്ടി മേനോൻ, പൂന്താനത്ത് രാമൻ നമ്പൂതിരി, പറമ്പോട്ട് അപ്പുണ്ണി മേനോൻ, പന്തല്ലൂർ താമി, ബാലകൃഷ്ണ മേനോൻ, ഇളയനായർ ചിന്നുണ്ണി തുടങ്ങിയവർ. ഏറനാടൻ വള്ളുവനാടൻ മാപ്പിളമാരും കലാപക്കാരും അറിയാൻ രാജാവിനെതിരെ യുദ്ധം ചെയ്ത കുറ്റത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ പട്ടാളം പിടികൂടിയിരിക്കുന്നു. ആരും തന്നെ ബ്രിട്ടീഷിനെതിരെ കലാപത്തിന് ഇറങ്ങരുത്. വാര്യംകുന്നിനെതിരെ സാക്ഷി പറയുന്ന കലാപകാരികൾക്ക് മാപ്പ് നൽകുന്നതായിരിക്കും. രാജാവിനെതിരെ പോരാടുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാനാണ് കൽപ്പന. ആരും കലാപം ഉണ്ടാക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയരുത്. ഇത് രാജകൽപ്പനയാണ്. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ ആചാര്യ? സായിപ്പേ, മരണവും ഞങ്ങൾ സന്തോഷത്തോടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കണ്ണുകെട്ടി പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നതാണ് നിങ്ങളുടെ പതിവെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈയുള്ളവനോട് സന്മനസ് കാണിക്കണം. കണ്ണുകെട്ടാതെ മുന്നിൽ നിന്ന് വന്നുകൊണ്ട് എന്റെ നെഞ്ചത്തേക്ക് വെടിവെക്കണം. ഈ മണ്ണ് കണ്ടുകൊണ്ട് എനിക്ക് മരിക്കണം. ഇപ്പോൾ ഈ മണ്ണ് തികച്ചും സ്വതന്ത്രമാണ്. നിങ്ങൾ ആരും ദുഃഖിക്കരുത്. നമ്മൾ തന്നെയാണ് ജേതാക്കൾ. ഇപ്പോൾ നമ്മൾക്ക് തോൽവി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ശത്രുക്കൾക്ക് തോൽവി പറ്റിയിട്ടുണ്ട്. നമ്മൾ ജയിക്കും. നമ്മൾ തന്നെയാണ് ജേതാക്കൾ, തീർച്ച. മൃതദേഹം വിറകും പെട്രോളും ഉപയോഗിച്ച് കത്തിച്ചു. അതോടൊപ്പം വിപ്ലവ ഗവൺമെന്റിന്റെ രേഖകൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയും കത്തിക്കുകയായിരുന്നു. ബ്രിട്ടീഷിനെതിരെ കത്തിജ്വലിച്ച തീപ്പന്തം കണക്കെ ആളിക്കത്തിയ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭൗതിക ശരീരം അവിടെ എരിഞ്ഞടങ്ങി. എന്തിനാണ് അവർ കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്നും വെണ്ണീർ കാറ്റിൽ പറത്തിയത്? ചക്കിപ്പറമ്പന്മാർ ഒന്നാവാതിരിക്കാനോ? എന്നിട്ടോ? അതിനുത്തരമാണ് ഈ മഹാസംഗമങ്ങൾ.